ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ചർച്ചകളിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായിട്ടുള്ള ഒരാളാണല്ലോ നമ്മളെ ബ്രസീലിൻ്റെ അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ഒക്കെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തിൻ്റെ കളത്തിനകത്തുള്ള പെർഫോമൻസ് അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനിപ്പോൾ നിലവിൽ സൗദിയിൽ നിന്ന് വന്നിട്ടുള്ള ഓഫർ, അതുപോലെ ഓരോരോ നിലവിൽ ബാലൻഡിയോറിൻ്റെ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട മുൻനിരയിലുള്ള വ്യക്തി എന്നുള്ള നിലയിലൊക്കെ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന സൂപ്പർ കപ്പ് അറ്റ്ലാന്റയുമായിട്ടുള്ള ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം, അങ്ങനെ ഒരുപാട് എടുത്ത് പറയേണ്ട ഒരുപാട് സാഹചര്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഒരു ബ്രസീൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. ബ്രസീലിലെ ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു സ്കൂളിന് വേണ്ടിയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് 3 മില്യൺ യൂറോ വരെ ഓഫർ ചെയ്തിക്കല്ല അവിടെ സഹായിച്ചിക്കാണ് നമ്മളെ വിനീഷ്യസ് ജൂനിയർ. 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് പൂട്ടിക്കിടക്കുന്നത്. അത് അദ്ദേഹം ഇടപെട്ടുങ്ങാണ്ട് സാമ്പത്തിക സഹായം ചെയ്തിട്ട് അത് തുറക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബ്രസീൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിനീഷ്യസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളത്തിലുള്ള പെർഫോമൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മളെ റയൽ മാഡ്രിഡിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം തന്നെയാണ്. കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള കഴിഞ്ഞ ഫൈനൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഇപ്പോൾ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രോഫികൾ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു കുറഞ്ഞ ഏജിൽ തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ വിനീഷ്യസ് കടന്നു പോകുന്നത്. ഇപ്പോൾ ബ്രസീലിൻ്റെ നിരയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുപ്പായിട്ട് ഇങ്ങോട്ട് കളിക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുന്നേറ്റങ്ങളോ കളികളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാറില്ല. ഒരുപാട് ബ്രസീൽ ഫാൻസ് അദ്ദേഹത്തിനെ ട്രോളിലും കളിയാക്കലൊക്കെ ഉണ്ടാകും. കാരണം ക്ലബ്ബ് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ റയൽ മാഡ്രിഡിന് കളിക്കണ അത്ര ബ്രസീലിന് വേണ്ടിയിട്ട് കളിക്കണില്ല, അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ വേണ്ട രീതിയിലുള്ള മുന്നേറ്റം അല്ലാന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ബ്രസീലിൻ്റെ ജേഴ്സി ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഭൂരിപക്ഷം ബ്രസീൽ ഫാൻസിൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും നിലവിൽ ബാലൻഡിയോറിൻ്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ 2 പേരിൽ ഒരാളാണ് നമ്മുടെ വിനി. മിക്കവാറും ഇപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പ് കൂടി എടുത്തപ്പോൾ അദ്ദേഹത്തിനുള്ള സാധ്യത ഒരു 90% ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടലൊക്കെ. മിക്കവാറും കിട്ടും തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തെ മൊത്തത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയിൽ നിൽക്കുന്ന ഒരു പ്രധാന താരമായിട്ട് കണക്കുകൂട്ടണം. കാരണം ഇപ്പോൾ സൗദിയിൽ നിന്ന് ഇത്രയും മികച്ചൊരു ഓഫറാണ് അദ്ദേഹത്തിന് വന്നത്. അദ്ദേഹം ആ ഓഫറിനോട് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. കാരണം അത്രയും മികച്ച ഓഫറാണ്. പിന്നെ ഇപ്പോൾ സൗദി ലീഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭൂരിപക്ഷം ആളുകളുടെയൊക്കെ അഭിപ്രായം ഏതൊരു പ്ലേയേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ കരിയർ എൻഡിൽ വരാൻ പറ്റിയൊരു ലീഗായിട്ടാണ് സൗദി പ്രോ ലീഗൊക്കെ കണക്ക് കൂട്ടൽ. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ പോരാനേ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിലിപ്പോൾ റയൽ മാഡ്രിഡിൽ തുടരുക എന്നത് തന്നെയാണ് ഇപ്പോൾ വിനീഷ്യസിൻ്റെ നമ്മളൊക്കെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയൊരു ഓപ്ഷൻ. കാരണം ഒത്തിരി മികച്ചൊരു ക്ലബ്ബാണ്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സാമ്പത്തികമുള്ള ക്ലബ്ബുകളിലൊരു ക്ലബ്ബാണ് നമ്മളെ റയൽ മാഡ്രിഡ്. അപ്പോൾ പരമാവധി അവിടെ തന്നെ കരിയർ കഴിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള ഓഫറുകൾ സ്വീകരിക്കലാവും ഏറ്റവും ബെറ്റർ. ഏതായാലും ഇതുവരെ അത്രയും വലിയൊരു ഓഫറിനോട് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. അതേമാതിരി ബ്രസീലിയൻ താരം മിലിറ്റാവോക്കും സൗദിയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കണ്ട്. അപ്പോൾ ഏതായാലും സൗദി എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള ലീഗ് ഒന്നിനൊന്ന് ഓരോ വർഷം കൂടുന്തോറും ബെറ്ററാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ പോലുള്ള താരങ്ങളൊക്കെ, ബെൻസിമ പോലുള്ള താരങ്ങളൊക്കെ ആൾറെഡി ഇവിടെ എത്തി. ഇപ്പോൾ നെയ്മറൊക്കെ അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ എൻഡ് ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏകദേശം കരിയർ എൻഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നെയ്മറൊക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പരിക്കില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നല്ല സമയമൊക്കെ തന്നെയാണ് ഇപ്പോഴെന്ന് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഇവിടേക്ക് വന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ സൗദി ക്ലബ്ബുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരുപാട് താരങ്ങളെ ഇനിയും അവർക്ക് ഇവർക്ക് കൊണ്ടുവരാൻ കഴിയും. ഓരോ വർഷം കൂടുന്തോറും അവർ ലീഗ്, യൂറോപ്പിലെ മികച്ച ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലുള്ള ലീഗിനെക്കാട്ടിലും ബെറ്ററാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനീഷ്യസ് ഇതുവരെ ഓഫറിനോട് നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്നുള്ളതൊന്നും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഏതായാലും അടുത്ത മാസത്തിൽ ബ്രസീലിൻ്റെ 1-2 മത്സരങ്ങളൊക്കെ വരാറുണ്ട്. ആ സ്ക്വാഡിലും വിനി ഉണ്ടാവും. ഏതായാലും കളത്തിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ അതേ രീതിയിൽ കളത്തിന് പുറത്തും അദ്ദേഹം ചെയ്തിട്ടില്ല ഇത്രയും നല്ലൊരു പ്രവൃത്തി. 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂള് റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത സംഭാവന, അദ്ദേഹം ചെയ്ത ഒരു നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കായിക ലോകം.